ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജിൻസി, പ്രവാസിയുടെ ഒരു പൊതുവായിട്ടുള്ളൊരു ആഗ്രഹം എന്തായിരിക്കും പ്രവാസമായി കഴിഞ്ഞിട്ട്? എല്ലാ പ്രവാസികളുടെയും ആഗ്രഹം എന്തായാലും ഒരു വീട് വാങ്ങാനായിരിക്കും. ഗൾഫിലാണെങ്കിലും ഇവിടെ യൂറോപ്പിൽ ജോലി കിട്ടിയാലും നമ്മൾ ഓസ്ട്രേലിയയിൽ വന്നാലും എല്ലാവർക്കും ഒരു വീട് വാങ്ങാം. പ്രത്യേകിച്ച് ഓസ്ട്രേലിയ വരുന്നവരുടെ യൂറോപ്പിൽ വരുന്നവരുടെ മെയിൻ ഉദ്ദേശം വീട് വാങ്ങിച്ച് സെറ്റ് ആവുകയെന്ന് തന്നെയായിരിക്കും. അത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ആണ്, ഒരു സൈഡിൽ നമ്മൾ റെൻറ്റ് കൊടുക്കാതിരിക്കാനുള്ള ഒരു സൊല്യൂഷനും കൂടിയാണ് നമ്മളൊരു വീട് വാങ്ങുന്നത്. ഗൾഫിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഗൾഫിൽ എന്തായാലും സ്ഥലവും വീടൊന്നും വാങ്ങിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ വീട് നാട്ടിൽ വെക്കുകയാണ്. ഇപ്പോൾ യൂറോപ്പിലൊക്കെ ജീവിക്കുന്നവർ ഇപ്പോൾ ഓസ്ട്രേലിയയിലൊക്കെ ആണെങ്കിൽ അവരുടെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവിടെ നിൽക്കുന്നത് അവിടെ നല്ല സ്ഥലം കണ്ടുപിടിച്ച് വീട് വെക്കുക, അല്ലെ വീട് വാങ്ങിക്കുക. ഓസ്ട്രേലിയയെ സംബന്ധിച്ച് വീട് വാങ്ങിക്കാൻ പറ്റും, നമുക്ക് പ്രോപ്പർട്ടി വാങ്ങിച്ച് വീട് വെക്കുകയും ചെയ്യാം. അപ്പം വീട് വയ്ക്കാനും വാങ്ങിക്കാനും ആഗ്രഹിക്കുന്നവർക്ക് ഒരു സന്തോഷമാണ് ഓസ്ട്രേലിയയിൽ. എന്താണ് ജിൻസി സന്തോഷം? അപ്പോൾ ഇന്ന് വന്ന ന്യൂസാണത്. നമ്മുടെ ഓസ്ട്രേലിയൻ ഗവൺമെൻറ്, ആൽബനീസ് ഗവൺമെൻറ് ഇന്ന് കൊണ്ടുവന്ന ഒരു നിയമം എന്ന് വെച്ചാൽ, മുന്നേ നമുക്ക് 20% ആയിരുന്നു കൊടുക്കേണ്ടത്. 20% ആയിരുന്നു നമ്മുടെ ആദ്യത്തെ വീട് വാങ്ങാനായിട്ട് കൊടുക്കേണ്ടത്. അപ്പം നമ്മളെപ്പോലുള്ള ഫസ്റ്റ് ഹോം ബയേഴ്സിന് ഏറ്റവും ബെനിഫിറ്റായിട്ടുള്ള ഒരു ഇതുമായിട്ടാണ് ഇപ്പം വന്നിരിക്കുന്നത്. അപ്പം നമുക്കിപ്പം 5% മതി ഇനി തൊട്ട് വീട് വാങ്ങാനായിട്ട്. ചിലപ്പം അടുത്ത ഗവൺമെൻറ് മാറുമ്പോൾ ഇത് മാറുമായിരിക്കും. അതിന് മുമ്പിട്ട് വീടൊക്കെ വാങ്ങണമെന്ന് ആഗ്രഹമുള്ള ഫസ്റ്റ് ഹോം വാങ്ങേഴ്സിന്, ഫസ്റ്റ് ഹോം ബയേഴ്സിന് ഏറ്റവും ബെസ്റ്റ് ചാൻസ് ആണ് ഇപ്പം വീട് വാങ്ങാനായിട്ട്. അത് എന്നോട്ടാണ് പ്രാബല്യത്തിൽ വരുന്നതെന്ന് വെച്ചാൽ ഒക്ടോബർ 1 തൊട്ടാണ്. അപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു 90,000 വീടാണ് എടുക്കുന്നതെങ്കിൽ നമുക്കൊരു 45,000 കൊടുത്തിട്ട് $1 കൊടുത്തിട്ട് നമുക്ക് ഫസ്റ്റ് ഹോം വെക്കാവുന്നതാണ്. അത് ഓരോ സിറ്റീസിലും അവിടുത്തെ ക്യാപിറ്റൽ റേറ്റ് അനുസരിച്ച് വ്യത്യാസമുണ്ട്. അത് മാക്സിമം പെർ ക്യാപിറ്റ കുറേ പറയുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് വീഡിയോയുടെ ലാസ്റ്റ് പറയാം. അതുപോലെ തന്നെ 50% ഗവൺമെൻറ്റും സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ പുതിയ ഇതിൽ പറയുന്നത്. നമ്മൾ 5% കൂടാതെ 15% ഒരു ലോണിന് ഗവൺമെൻറ്റും സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇതെല്ലാം ഇന്നത്തെ ന്യൂസ് കണ്ടിട്ട് ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്, ബെസ്റ്റ് ഒരു ചാൻസാണ് ഇല്ലയോ ഫസ്റ്റ് ഹോം ബയേഴ്സിന് വീട് വാങ്ങിക്കാൻ. ഇപ്പം വേറെ സംഭവമുണ്ട്, ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ വീടിനൊക്കെ ഭയങ്കര ക്രൈസിസ് ആണ്. അപ്പം വീടിൻ്റെ റേറ്റും കൂടാൻ ചാൻസുകളുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതൊരു ഇതാണെങ്കിലും അതിന് വേറൊരു മൈനസ് വശോടുണ്ടല്ലേ. പിന്നെ മെയിൻ ഒരു ഹോം അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മെയിനായിട്ട് ഞാൻ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് 5%. പിന്നെ ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തേക്ക് നമ്മളിപ്പോൾ ഒരു വീട് വാങ്ങിക്കണമെങ്കിൽ നമ്മുടെ എല്ലാം ഇത്ര ഇൻകം വേണമായിരുന്നു. ഇനിയും ഇതിനകത്ത് പറഞ്ഞ് നമുക്ക് ഇൻകം അതൊരു ഇതേ അല്ല, ഒരു തടസ്സമേ അല്ല. എത്ര ഇൻകം ഉള്ളവർക്കും നിങ്ങൾക്ക് വീട് വാങ്ങിക്കാൻ പറ്റും. ചിലപ്പം കുറച്ച് പൈസ മാസം വരുമാനം ഉണ്ടെങ്കിൽ വീട് വാങ്ങാൻ ചിലപ്പം അത്രത്തോളം ഇട്ടെങ്കിൽ മാത്രമേ നമുക്ക് വീട് വാങ്ങാൻ പറ്റത്തുള്ളൂ. ഇപ്പം അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. എത്രയും മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് നമ്മളൊരു ഫസ്റ്റ് ഡെപ്പോസിറ്റ് എത്രയും കൊടുക്കുന്നോ അത്രയും നമ്മുടെ പലിശ കുറയും. ഇത് എന്തായാലും 10-25 വർഷത്തേനായിരിക്കും വീടിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇപ്പോഴത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ 45,000 കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇൻകം, അതാണ് ഏറ്റവും ഇതിനകത്തൊരു അഡ്വാൻറ്റേജ് കണ്ടത്. ഇത് അവിടേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഇതാണ്. പിന്നെ എല്ലാവർക്കും വീട് വാങ്ങിക്കാനൊരു സൗകര്യമാണിത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ലെൻഡേഴ്സ് മോർട്ട്ഗേജ് ഇൻഷുറൻസ് അവർ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും തൊട്ട് നമ്മൾ കുറേ പൈസ ലെൻഡേഴ്സ് മോർട്ട്ഗേജ് ഇൻഷുറൻസ് ആയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. വേണ്ട, അത് അങ്ങനെയും കുറച്ച് പൈസ ഈ വീട് വാങ്ങിക്കാൻ തന്നെ ഏറ്റവും കൂടുതലൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെൻഡർ ഈ പറഞ്ഞതിൻ്റെ അതും കുറച്ച് എമൗണ്ട് നമുക്ക് കൊടുക്കണമായിരുന്നു. ഇനി അതിൻ്റെ ഒരു കാര്യമില്ലെന്നാണ് പറയുന്നത്. ഇത് ഇനി ഒക്ടോബർ 25 തൊട്ടാണ്. ഇപ്പം മെയിനായിട്ട് ഇത് പറയുന്നത് സിഡ്നി, മെൽബൺ ഇല്ലയോ, അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം നമുക്ക് വീട് വാങ്ങിക്കാൻ ഇതൊരു ആഗ്രഹിക്കുന്നവർക്കൊരു അഡ്വാൻറ്റേജ് ആണ്. സിറ്റിയുടെ പെർ ക്യാപ്പ് അനുസരിച്ചുള്ള റേറ്റ് പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് എവിടെ വേണമെങ്കിലും വീട് വാങ്ങാം 5% ഡിപ്പോസിറ്റിൽ. ഇപ്പം നമുക്കൊരു ബ്രേക്ക് വന്നത്, ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഒരു എന്താ പറയുക നടക്കാൻ പോകുന്ന സ്ഥലത്തിൻ്റെ സൈഡിലായിട്ടാണ് നമ്മളിരിക്കുന്നത്. അപ്പം നമ്മളിവിടെ ഇടയ്ക്കിടയ്ക്ക് ഇതുവഴി ആൾക്കാർ പോകും. അപ്പോൾ നമ്മൾ ഈ ഓസ്ട്രേലിയയിൽ റേസിസം ഉണ്ടോ എന്ന് ചോദിക്കുമ്പം, പക്ഷേ ഈ ഒരു പ്ലേസിൽ അങ്ങനെ റേസിസം ഒന്നുമില്ല. അപ്പോൾ ആര് എപ്പോൾ കണ്ടാലും ഇവിടെയുള്ള ആൾക്കാർ നമ്മൾ നോക്കി ഹായ് നോക്കി ചിലപ്പോൾ ഒന്ന് സംസാരിച്ചൊക്കെ ആയിരിക്കും പോണേ. നമുക്ക് പരിചയമൊന്നും ഇല്ലാത്തവരായിരിക്കും, പക്ഷേ അവരൊരു വിഷയം അപ്പോൾ നമ്മൾ തിരിച്ച് അവരെ ഒരു വിഷയം ചെയ്ത് അങ്ങനെയാണ് പോകുന്നത്.
അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കൂടെ കൂടെ പാസ് ചെയ്ത് പോകുന്നവരെല്ലാവരും നമ്മളൊരു വിഷ് ചെയ്യും. ഹലോ, ഹൗ ആർ യു? ഐ ആം ഗുഡ്, ഹൗ ആർ യു? അതാണ് ഈ റേസിസം ഞാനിതുവരെ ഇത് ഇവിടെ സത്യം പറഞ്ഞ ഫീൽ ചെയ്തിട്ടില്ല ഇങ്ങനെ സംഭവം. ഈ പ്ലേസിലായതുകൊണ്ടാണ് തോന്നുന്നു, കുറച്ചുകൂടെ മേജർ സിറ്റീസിലൊക്കെ പോയാൽ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതെ. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ഇതിലോട്ട് വരാം. അപ്പം ഞാൻ ഈ ക്യാപിറ്റ അനുസരിച്ച് പ്രൈസ് ക്യാപ്പ് മേജർ സിറ്റീസിൽ എന്തൊക്കെയാണെന്ന് പറയാം. അപ്പോൾ സിഡ്നിയിലാണെങ്കിൽ 1.5 മില്യൺ, ബ്രിസ്ബെയിനിൽ 1 മില്യൺ, കാൻബറ 1 ബില്യൺ, മെൽബൺ 950,000, അഡലൈഡ് 900,000, പെർത്താണെങ്കിൽ 850,000. അപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വീട് വാങ്ങാനുള്ള ഒരു എക്സാമ്പിളാണ്. നേരത്തെ തന്നെ പറഞ്ഞു, ഒരു 84,000 ഒക്കെ ഉള്ള ഒരു വീടിനാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഡെപ്പോസിറ്റായിട്ട് 42,000 കൊടുത്താൽ മതി. അതെ. പിന്നെ അടുത്ത് മെയിനായിട്ട് വീട് വാങ്ങിയത് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ സിംഗിൾ പേരൻ്റ് ആണെങ്കിൽ നിങ്ങൾ ആദ്യത്തെ എമൗണ്ട് 2% മാത്രം കൊടുത്താൽ മതി. അപ്പം അതും സിംഗിൾ പേരൻ്റ് ആയിട്ടുള്ളവർക്കും ഒരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു കാര്യമാണിത്. അപ്പം വീട് വാങ്ങാനുള്ളവരാണെങ്കിൽ പെട്ടെന്ന് നമ്മളും വീട് വാങ്ങിക്കോ, ഞങ്ങളും വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നതാണ്. അതെ. അപ്പം വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരാക്കാണെങ്കിൽ എത്രയും പെട്ടെന്ന് പുതിയ നിയമങ്ങളൊക്കെ വരുന്നതിന് മുമ്പ്, സ്ഥലത്തിനും എല്ലാത്തിനും വില കൂടുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് നിങ്ങൾ എവിടെ നിന്ന് സെറ്റിൽ ആവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എത്രയും ഗവൺമെന്റ് മാറുമ്പോഴായിരിക്കും. അതെ, ഇനി ഗവൺമെൻറ് വാങ്ങാൻ ഇനി സമയമുണ്ട്, 3-4 വർഷമുണ്ട് ഇനി. എന്തായാലും ഇപ്പോൾ ഒരു കയറിയതല്ലേ ഉള്ളൂ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് മാറാൻ ചാൻസ് ഇല്ല. അപ്പം ആകെ ഒരു ക്രൈസിസ് വരാൻ പോകുന്നത് സ്ഥലങ്ങൾ കിട്ടാൻ ഇതായിരിക്കും. എല്ലാവരും വാങ്ങാൻ പോയിട്ട് ചിലപ്പം കുറേ പേര് വാങ്ങിച്ചിടുമായിരിക്കും. അതെ. അപ്പം അങ്ങനെയൊക്കെ ഇതിനകത്ത് അപ്പം എത്രയും പെട്ടെന്ന് വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കാനാണെങ്കിൽ നിങ്ങളും വാങ്ങിക്കുക, ഞങ്ങളും അതുപോലെ നോക്കണമാണ് വീട് വാങ്ങിക്കാൻ. അപ്പം ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. നല്ലൊരു ഇതായിട്ടാണ് ഇപ്പോഴത്തെ ഗവൺമെൻറ് വന്നേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങളിവിടെ വന്നേക്കുന്നത് റിവർ സൈഡാണ്. അപ്പോൾ റിവർ സൈഡിലുള്ള കാര്യങ്ങളൊന്ന് കാണിച്ചു തരാം. ഇപ്പം തണുപ്പൊക്കെ ഏകദേശം പോയി, വിൻ്ററൊക്കെ ഏകദേശം കഴിഞ്ഞില്ലേ. ഇപ്പം മരങ്ങളിലെ ഇതെല്ലാം കൊഴിഞ്ഞ് പുറകിരിക്കുന്ന കണ്ട മരങ്ങളൊക്കെ കണ്ട ഇലകളൊന്നും ഇല്ല. ഇനി അതെല്ലാം ഇനി പുതിയതായിട്ട് വരണം. അപ്പോൾ ഇതാണ് ഞങ്ങൾ വന്നിരിക്കുന്ന സ്ഥലം, റിവർ സൈഡ്. സൂപ്പർ സ്ഥലമാണ്. ഇപ്പോൾ ഇച്ചിരി ഇതായതുകൊണ്ടാണ് കുതിരകളൊക്കെ ഇഷ്ടംപോലെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. കുതിരകളൊക്കെ വന്നിരിക്കുന്നുണ്ട്. അവിടെ ഒരു ഹോഴ്സ് ഫാം ഉണ്ട്. അവിടെ മരങ്ങളെല്ലാം കൊഴിഞ്ഞു പോയതുണ്ടോ. ഇപ്പം ഏകദേശം ഒരു 6 മണി. എത്ര മണി? 6 മണിയൊന്നും ആയില്ല, 5 മണി ആയതേ ഉള്ളൂ ഏകദേശം. അതാണ് ഞങ്ങൾ അപ്പുറത്തെ സൈഡിലെ മൗണ്ടനൊക്കെയാണ് കുതിരകൾ. പ്രകൃതി രമണീയമാണ് ഞങ്ങൾ താമസിക്കുന്ന ഓസ്ട്രേലിയ ഈ ഒരു സ്ഥലം. വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീട് വാങ്ങിക്കാനുള്ളവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് വീട് വാങ്ങിച്ചു. ഞങ്ങൾ വാങ്ങിക്കാൻ പോകുന്നവരാണ്. ഞങ്ങൾ നോക്കുകയാണ് ഈ വർഷം എന്തായാലും പറ്റുമെന്ന് വീട് വാങ്ങിക്കും. അപ്പം എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു. ബൈ.